നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ഒരു അപ്ഡേറ്റ്. പക്ഷേ ഒരുവിധ ആളുകൾക്കൊന്നും ആ അപ്ഡേറ്റ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ആ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, അതെന്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു ഫീച്ചറാണ്. വാട്സപ്പ് കൊണ്ടുവന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. എന്താണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ 2 ചാനലുണ്ട് ടെക്നോളജി അപ്ഡേറ്റുകൾക്ക്. ആ 2 ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ആ ഒരു ഫീച്ചർ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പിനകത്തുനിന്ന് ഒരു ഗ്രൂപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഗ്രൂപ്പിൻ്റെ പേര് കാണാൻ സാധിക്കും. ഈ ഗ്രൂപ്പിൻ്റെ പേരിനകത്ത് നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഗ്രൂപ്പിനകത്ത് 10 മെമ്പേഴ്സ് ഉണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ പേര് കാണിക്കും. അതിന് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ മെമ്പറായിരിക്കുന്ന ഗ്രൂപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തിൽ നിങ്ങളുടെ പേര് കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് കാണിക്കുന്ന നേരെ താഴെ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആഡ് മെമ്പർ ടാഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് പല ആളുകളും കണ്ടിട്ടുണ്ടാകുമെങ്കിലും ഈ ഫീച്ചർ എന്താണ്, ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊന്നും ആർക്കും കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല. പല ആളുകളും വാട്സപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് വിശദീകരിക്കുകയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണിത്. മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. ഇവിടെ നമ്മുടെ ഏത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്താൽ നമ്മുടെ നമ്പറിന് നേരെ താഴെ ആഡ് മെമ്പർ എന്ന് കാണുന്ന ഈ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിലായിട്ട് കാണാം ഷെയർ യുവർ റോൾ. നിങ്ങളുടെ റോൾ എന്താണ്, ടൈറ്റിൽ ഓർ ഹൗ യു ആർ നൗ ഇൻ ദീസ് ഗ്രൂപ്പ്. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ആരാണ്, അതായത് ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലാണ്. ഫാമിലി ഗ്രൂപ്പിൽ നിങ്ങളുടെ റോൾ എന്താണ്, നിങ്ങൾ ആ ഫാമിലി ഗ്രൂപ്പിൽ നിങ്ങളെ ആരുടെ കസിൻസാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് മറ്റൊരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി. ഇപ്പോൾ മറ്റൊരു ഫാമിലി ഗ്രൂപ്പല്ല, മറ്റൊരു സ്കൂൾ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കുട്ടിയുടെ ഫാദറാണ് എന്ന് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുട്ടിയുടെ ഫാദറിനാണ്, നിങ്ങൾ ഇന്ന കുട്ടിയുടെ ഫാദറാണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്കൂൾ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഗ്രൂപ്പിലേക്ക് പുതുതായി വരുന്ന മെമ്പേഴ്സിന് നിങ്ങളുടെ നമ്പർ നിങ്ങൾ ആരുടെ കുട്ടിയാണ് എന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ടീച്ചേഴ്സിനാണെങ്കിലും പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സിനാണെങ്കിലും ഒക്കെ അത് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് കൂടുതൽ വിശദീകരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അത് വിശദീകരിച്ച് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ടെക് യൂട്യൂബർ എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കാണിച്ചു തരുന്നതിന് വേണ്ടി ടെക് യൂട്യൂബർ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ നമ്പർ, അതായത് ആ ഗ്രൂപ്പിലേക്ക് പുതുതായി വരുന്ന ആളുകൾക്ക് എൻ്റെ നമ്പർ കാണുമ്പോൾ ഞാൻ ആരാണ് എന്ന് ആ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ആരാണെന്ന് വളരെ ഈസി ആയിട്ട് ആ ഗ്രൂപ്പിലേക്ക് വരുന്ന പുതിയ മെമ്പർക്കും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനും വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇത് കാര്യമായി ഉപയോഗപ്പെടുന്നത് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന ക്ലാസ്സുകളിലുള്ള ടീച്ചേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പുകൾ നമ്മളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന കുട്ടിയുടെ പിതാവാണ് എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്കൊക്കെ അത് ഇന്ന കുട്ടിയുടെ പിതാവാണ് എന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ്. ഓർക്കുക, ഇത് വാട്സപ്പ് ഗ്രൂപ്പിനകത്താണ് നമുക്ക് സൗകര്യമുള്ളത്. ഇത് വാട്സപ്പിൽ വന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.